നോമ്പുകാല ധ്യാനമായ മനന ശിഖരത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. വീണ്ടും ഒരു നോമ്പ് കാലത്തേക്ക് നാം എത്തി. ഇന്ന് വലിയ നോമ്പിൽ 5-ാം ദിവസം. ഇന്നത്തേക്കുള്ള ചിന്താവിഷയം ഹൃദ്യമായ ബന്ധത്തിനുള്ള ആഹ്വാനം എന്നതാണ്. എ കോൾ ടു ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. വല്ലാതെ മനസ്സ് വിഷമിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. നിസ്സാര കാര്യങ്ങളിൽ പോലും പിഞ്ചിപ്പോകുന്ന ബന്ധങ്ങൾ, ലഹരിക്ക് അടിമപ്പെടുന്ന ബാല്യ കൗമാരങ്ങൾ, ബോധം നഷ്ടപ്പെട്ടവർ ഉയർത്തുന്ന കൊലവിളികൾ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നോമ്പ് ക്രിസ്തുവിൻ്റെ ജഡധാരണമാണ്. പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിനു വേണ്ടി സമ്മാനിച്ചു. ഈ ലോകത്തെ ചേർത്ത് പിടിച്ചു. പലപ്പോഴും നോമ്പിനോട് ചേർന്ന് നാം ധ്യാനിക്കുന്ന വാക്കാണ് ഉപേക്ഷിക്കുക എന്നത്. ശരിയാണ്. തന്നെ ഉപേക്ഷിക്കുക, തന്നിഷ്ടങ്ങൾ ഉപേക്ഷിക്കുക, തൻകാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതാണ് ഉപവാസം. എന്നാൽ ഉപേക്ഷണങ്ങളോടൊപ്പം തന്നെ ചിലതൊക്കെ ചേർത്ത് പിടിക്കാനും നോമ്പിൽ സാധിക്കണം. ഇന്ന് വല്ലാതെ ബന്ധങ്ങൾ നഷ്ടമാകുന്ന കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ആഴപ്പെടാത്ത ബന്ധമാണ് കൂട്ടക്കൊലയ്ക്കും ക്രൂരതകൾക്കും കാരണമാകുന്നത്. തല്ലാനും കൊല്ലാനും കൊലവിളി ഉയർത്താനും കുട്ടികൾ പോലും ഇന്ന് മടിക്കുന്നില്ല. നിഷ്കളങ്കതയുടെയും സൗഹൃദങ്ങളുടെയും വിളനിലമാകേണ്ട ബാല്യ കൗമാരങ്ങൾ ഇന്ന് അന്യോന്യം പോർവിളി ഉയർത്തുകയാണ്. തന്മൂലം പാഠശാലകളിലും പണിസ്ഥലത്തും വീടിനുള്ളിലും അയൽപക്കങ്ങളിലും ജീവൻ പൊലിയുന്നു. ബന്ധങ്ങളുടെ വീണ്ടെടുപ്പാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതിനായുള്ള സമർപ്പണമാണ് നോമ്പിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് നാം ധ്യാനിക്കുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കർത്തൃപ്രാർത്ഥനയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രാർത്ഥന വാക്കുകളുടെ ഉരുവിടൽ മാത്രമല്ല, മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംവേദനമാണ്, ബന്ധപ്പെടലാണ് പ്രാർത്ഥന. Prayer is not a monologue. Rather, it is a dialogue and relationship between God and human beings. C.H. സ്പർജൻ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ധ്യാനിക്കുന്നില്ലെങ്കിൽ വാക്കുകൾ വെറും പ്രഹസനമാണ്. ദൈവരാജ്യ ദർശനത്തിൻ്റെ രത്നചുരുക്കമാണ് കർത്തൃപ്രാർത്ഥന. തെർത്തൂല്യൻ എന്ന സഭാപിതാവിൻ്റെ അഭിപ്രായത്തിൽ കർത്തൃപ്രാർത്ഥന സുവിശേഷത്തിൻ്റെ തന്നെ രത്നചുരുക്കമാണ്. കർത്തൃപ്രാർത്ഥന ആരംഭിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാണ്. ദൈവത്തിൻ്റെ രക്ഷാകർത്തൃത്വം അംഗീകരിക്കുകയാണ് ഇവിടെ. ദൈവം എല്ലാവരുടെയും പിതാവാണ് എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കൾ എന്നുകൂടിയുള്ള ഏറ്റുപറച്ചിലാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. സാർവ ലൗകിക സാഹോദര്യമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആ ആഴപ്പെട്ട അടിത്തറയിലാണ് പിന്നീട് കർത്തൃപ്രാർത്ഥന പുരോഗമിക്കുന്നത്. അവിടെയാണ് ശരിയായ ദൈവഹിതം അനുസരിക്കുവാൻ സാധിക്കുന്നതും. ദൈവനാമം പൂജിതമാകണം, ദൈവരാജ്യം വരണം, ദൈവഹിതം നിറവേറണം. ഇവയെല്ലാം ദൈവാന്വേഷണത്തിന് മുന്നോടിയായി സാഹോദര്യം ഉറപ്പാക്കണമെന്നും കർത്തൃപ്രാർത്ഥന നമ്മോട് ആവശ്യപ്പെടുകയാണ്. യാഗാർപ്പണത്തിന് മുമ്പേ സഹോദരനോട് നിരക്കണമെന്ന ക്രിസ്തുമൊഴിയും ഇവിടെ അന്വർത്ഥമാണ്. ദൈവഹിതം ആരാഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ അടുത്ത പടിയിലേക്ക് നാം നീങ്ങുകയാണ്. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 3 വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ എന്ന പദം ഇൻക്ലൂസീവാണ്, മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കുന്നതാണ്. വാക്കുകളിൽ തീരുന്നതല്ല പ്രാർത്ഥന. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് പ്രവൃത്തിയാണ്, ബന്ധങ്ങളാണ്, ആ വ്യക്തിയുടെ ജീവിതമാണ്. ഞങ്ങൾക്ക് തരയണം, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ വിടുവിക്കണം. അവരിനു വേണ്ടി കൂടിയാണ് ദൈവത്തോട് യാചിക്കുന്നത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അനുരഞ്ജനത്തിൻ്റെ ആരംഭം, ആദ്യപടി പ്രാർത്ഥിക്കുന്നവനിലാണ് ഉണ്ടാകേണ്ടത്. അന്യോന്യമുള്ള ക്ഷമയുടെ, കരുതലിൻ്റെ, വിടുതലിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ യാചിക്കുന്നത്. മറ്റുള്ളവരോടുള്ള ക്ഷമ നല്ല ബന്ധങ്ങൾക്ക് ആവശ്യമാണ്. ശത്രുവിനെ സ്നേഹിക്കുവാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും
ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. കർത്തൃ പ്രാർത്ഥനയുടെ ഉപസംഹാരം ദൈവത്തിൻ്റെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ദൈവത്തിന് എന്ന് പറഞ്ഞാണ്. ഇന്ന് മഹത്വം ആർക്കാണ്? താൻ പോരുമയുടെ കാലത്ത് ദൈവത്തിന് മഹത്വം എന്ന് പറയുന്നിടത്താണ് ഉപവാസവും നോമ്പും അർത്ഥവത്താകുന്നത്. സ്വന്തം കഴിവ്, സ്വന്തം നേട്ടം, സ്വന്തം സ്ഥാനമാനങ്ങൾ എന്നിവയിൽ മാത്രം മുഴുകിയാൽ ദൈവത്തെയും മറ്റുള്ളവരെയും നാം അകറ്റി നിർത്തും. അത് അപകടകരമാണ്. എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കരയറ്റണം. ഉത്തരം ആഗ്രഹിച്ചതുപോലെ ലഭിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് മഹത്വം. Don't think of the things you didn't get after praying. Think the countless blessings God gave you without asking. ചോദിക്കാത്തതും അർഹിക്കാത്തതുമായ അനവധി നന്മകൾ ദൈവം നമുക്ക് നൽകുന്നു. ആഗ്രഹിച്ചതെല്ലാം കിട്ടിയവരുണ്ടോ എന്നറിയില്ല. എന്നാൽ ഒന്നുറപ്പാണ്, ഓരോരുത്തർക്കും അർഹിച്ചതിലധികം നന്മകൾ ദൈവം നൽകിയിട്ടുണ്ട്. ആത്മാർത്ഥമായി ഏതിനും ദൈവത്തെ മഹത്വീകരിക്കുവാൻ കഴിയണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. മുഴങ്കാൽ മടക്കി കൈകൾ കൂപ്പി യാചിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന. നല്ല ചിന്ത, അന്യോന്യ കരുതൽ, ആഴപ്പെട്ട സൗഹൃദം, ഹൃദ്യമായ ഭാഷ, സമയം, താലന്ത്, സമ്പാദ്യം എന്നിവയുടെ പങ്കിടൽ, ക്ഷമയുടെ മനോഭാവം, ഇവയെല്ലാം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ജീവിതം തന്നെയാണ്. ശരിയായ പ്രാർത്ഥന ബന്ധങ്ങളെ ആഴപ്പെടുത്തും, ഹൃദ്യത നൽകും. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.